ISLന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലവിലൊരു വ്യക്തത ISL ക്ലബ്ബുകൾക്കെല്ലാം തന്നെ ലഭിച്ച ഒരു സാഹചര്യത്തിൽ നിലവിൽ ISLന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്ലബ്ബുകളും. എസ്പെഷ്യലി മോഹൻ ബഗാനൊക്കെ തന്നെ അവരുടെ പല താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും റൂമറുകളും അതുമായി ബന്ധപ്പെട്ടുള്ള സൈനിങ്ങും അങ്ങനെ തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ മോഹൻ ബഗാൻ പോലുള്ള ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരാധകർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ചില അപ്ഡേറ്റുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിലെ ആദ്യത്തെ ഒരു 6-7 മത്സരം ആരാധകർ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു മത്സര ടൈം പീരീഡ് ആയിരുന്നു. ആ ഒരു ടൈം പീരീഡിൽ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്ന ഡേവിഡ് കറ്റാലയെ പുറത്താക്കിക്കൊണ്ട് ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകനെ ടീമിലേക്ക് എത്തുകയും പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വന്ന മാറ്റം എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു പ്രകടനം ഒരു കോച്ച് എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കാഴ്ചവെച്ച ആഷ്ലി വെസ്റ്റ്വുഡിനെ നിലനിർത്തണമെന്നൊരു അഭിപ്രായം ആരാധകർക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സമീപിച്ചിട്ടുണ്ട് എന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനോട് ആഷ്ലി വെസ്റ്റ്വുഡ് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അദ്ദേഹം മറ്റത് ഓഫറുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് കൂടി പ്രത്യേകം അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സീസണിൽ ഡിഫൻസിലൊരു വലിയൊരു മികച്ച പ്രകടനം പലപ്പോഴും കാഴ്ചവെച്ചിട്ടുള്ള, അതായത് അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി കൂടിയുള്ളൊരു ഡിഫൻഡറായിരുന്നു ഫാലു NDA എന്ന് പറയുന്ന താരം. അദ്ദേഹത്തെയും നിലനിർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്, അതായത് അദ്ദേഹത്തിനും കോൺട്രാക്റ്റ് നൽകുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങളാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ഉറപ്പായും ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി ഒരു മികച്ച രീതിയിൽ തന്നെ ടീമിനെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുവാനായിട്ട് പോകുന്ന സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ സെപ്റ്റംബറിൽ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരംഭിക്കുന്ന ISL സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നതായിരിക്കും. സോ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി. അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്ന് തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രതീക്ഷിക്കാവുന്നതാണ്.